ജയറാമേട്ടൻ്റെ കൂടെ ഞാൻ 3 സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഷോ ചെയ്തിട്ടുണ്ട് പ്രഭു സാറിൻ്റെ ഒക്കെ ഒപ്പം ഓൾ ഓവർ മിഡിൽ ഈസ്റ്റ്. അപ്പൊ കണ്ണനും ചക്കീനെ ഒക്കെ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടോന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് പക്ഷെ അത് നല്ലോണം ഓർമ്മയുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല ഫോർ ആക്ട്രസസ് ഹു ആർ മാരിഡ് ആൻഡ് ഹു ആർ ചിൽഡ്രൻ. പിന്നെ ഇത്ര ഗ്ലാമറും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോ ഞാനൊക്കെ കുറച്ച് ഗ്ലാമർ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വീറ്റ് ഹാർട്ട്. ജയറാമേട്ടൻ്റെ കൂടെ ഞാൻ 3 സിനിമ ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ എനിക്ക് ആ സമയത്ത് എന്താ പറയുക, നമ്മുടെ ഒരു ഇങ്ങനെ ഒരു അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ ഒരു ഷോ ചെയ്തിട്ടുണ്ട് പ്രഭു സാറിൻ്റെ ഒക്കെ ഒപ്പം ഓൾ ഓവർ മിഡിൽ ഈസ്റ്റ്. അപ്പൊ കണ്ണനും ചക്കീനെ ഒക്കെ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഐ വാസ് ഓൾസോ യങ് നോസ്. അവരെ ഒരു ഫ്രണ്ട് പോലെ. ആ കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടോന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് പക്ഷെ അത് നല്ലോണം ഓർമ്മയുണ്ട്. സോ ജയറാമേട്ടൻ ഹാസ് ഓൾവേസ് ബിൻ ലൈക്ക്, ഇപ്പൊ കണ്ടാൽ കൂടിയും ഹലോ ഹീറോയിൻ എന്ന് പറയും നമ്മളെ കാണുക. ഭയങ്കര സ്വീറ്റ് ആണ്. ഇത്ര വലിയ നിലയിലെത്തിയിട്ടും ഹ്യൂമിലിറ്റി കളയാത്തൊരു മനുഷ്യനാണ്. എന്ത് നന്നായിട്ട് ഇപ്പൊ ചെയ്യുന്നല്ലേ, പുത്തൻ പുതു കല. He's done so well in it. Very nice. And Kavya Madhavan? Best friend. Yeah, forever. Okay. And you stood up for your friend in a lot of times? Yeah. She deserves it. Okay. Manichetu? കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. അനീറ്റക്കുട്ടി എന്നല്ലാണ്ട് എന്നെ വാതുകൊണ്ട് വേറെ ഒന്നും വിളിച്ചിട്ടില്ല. ഹീ ഓൾവേസ് ഫെൽറ്റ് എനിക്ക് കിട്ടേണ്ട, എന്താ പറയുക, ഞാൻ ഡിസേർവ് ചെയ്യുന്നത് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് പാട്ടൊക്കെ തരും സിനിമയിൽ. ഐ മീൻ, ഞാൻ സാഹിറ അങ്ങനെ ഒരു പാട്ട് ആളുടെ സിനിമയിലാണ് എനിക്ക് ആദ്യമായിട്ട് തന്നത്. അപ്പോൾ ഭയങ്കര കെയറിങ് ആയിരുന്നു. ഓൾവേസ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയും ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയും ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഹി വാസ് എ ജെനുവിൻ സോൾ. സലീമേട്ടൻ? സലീം കുമാറല്ലേ? അയ്യോ, വേറെ ഒന്നുമല്ല കേട്ടോ, ഇപ്പൊ കാണുമ്പോഴും മനുഷ്യനെ കളയൊക്കെ കൊന്ന്. അയ്യോ, ഞാന് സലീമേട്ടനോട് അതിനു മുമ്പേ കോമഡി ഒക്കെ ചെയ്തിരിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് അച്ഛനുറങ്ങാത്ത വീട്ടിൽ വന്നപ്പോഴാണ് ആളുടെ വേറൊരു സൈഡ് കണ്ടത്. അത് പക്ഷെ ഭയങ്കര ഒരു ഇമോഷണൽ ജേർണി ആയിരുന്നു ആ ഫുൾ സിനിമ. എനിക്കത് പറയുമ്പോഴും ഒരു ഹെവിനെസ് ആണ്. എപ്പോഴും നമുക്കിങ്ങനെ ഒരു ഹെവി ഫീലിംഗ് ആണ്. അതിന് എന്തൊരു ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. ആ സിനിമയാണ് അത് പ്രൂവ് ചെയ്തത്. എനിക്ക് സെയിം തിങ് അബൌട്ട് സുരാജേട്ടൻ. രണ്ടുപേരും വേറെ ലെവലാണ്. രക്ഷയില്ല. ഏട്ടനാണ് അന്നും ഇന്നും എന്നും. സോ നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ റൗണ്ട് ഉണ്ട്. I'll show you some photos. You're going to share the best memory. അതേ ഡിസ്ക്ലോസ് ചെയ്തായിരുന്നു. ഇതാണല്ലേ കുറച്ച് കൂടുതലധികം പേരെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താലുള്ള പ്രശ്നം. ഇത് എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇത് വേറെ ആക്സെപ്റ്റ് ചെയ്ത ഒരാളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. സോ ആ ഫോട്ടോ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് എൻ്റെ ഹസ്ബൻഡും ഞാനും 9th ഗ്രേഡിൽ നമ്മൾ വെളിയിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയപ്പോൾ എടുത്ത